പാറുവേ പാറു ആ ബാ ശല്യപ്പെടുത്തല്ലേ ചേച്ചി? ഓ പിന്നെ ഇയാള് വലിയ പടം വരിപ്പുകാരി. ബാ എണീറ്റ് വാ. വെറുതെ സംസാരിക്കാൻ സമയമില്ല. സംസാരിക്കാൻ സമയമില്ലേ? അമ്മ അവിടെ ചോറെടുത്ത് വെച്ചേക്കുന്നു കുഞ്ഞാ. ഞാൻ തിരക്കില്ല, എനിക്ക് ചോറ് വേണ്ടെന്ന് പറ. അമ്മ അവിടെ ദേ മീൻകറിയും ചോറും ഡബിൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ ഡബിൾ മാത്രം കൊണ്ടുപോവാ. ആ അടവ് ഇവിടെ നടക്കൂല കേട്ടോ. മര്യാദയ്ക്ക് നീ ചോറ് കഴിക്കാൻ വാ, ഇല്ലെങ്കിൽ അമ്മേനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ചേച്ചി എന്തിനാ എന്നെ പറയുന്നെന്ന് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? ശരി, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അമ്മ ഇപ്പൊ വരും, അപ്പൊ നിന്റെ ബുദ്ധിമുട്ടൊക്കെ തന്നെ മാറിക്കോളും കേട്ടാ. ഞാൻ കുറച്ചു വരാം. വേണ്ട വരണ്ട. ആ ഉച്ചേച്ചി, ഞാൻ ഇപ്പം വൈകിട്ട് അങ്ങോട്ട് വരാം. ഓ അല്ല, നാളെ രാവിലെ വരും കേട്ടോ. ഇല്ലെങ്കിൽ വൈകിട്ട് ചിലപ്പം വരാൻ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടേ. ഓ അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ വന്നില്ലെങ്കിലും ചേച്ചി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്താൽ മതി. ഷൈനി ചേച്ചി നാളെ രാവിലെ വന്ന് കട തുറക്കാൻ പറയണേ, അല്ല സേവാ സെന്റർ തുറക്കാൻ പറയണേ. അവര് കറക്റ്റ് ടൈമിന് വരത്തില്ലെന്ന്. ഫോൺ വിളിച്ചോണ്ടില്ലേ? അല്ല ചേച്ചി, അത് ഇവിടുത്തെ ചെറുത്. ഓ പാറു ഏറ്റവും ചെറുത്. പിന്നെ കിടുവാ ഇവിടുന്ന് പിക്കാസ് കളർ അടിക്കുന്നവരൊക്കെ കളർ അടിച്ചോണ്ടിരിപ്പുണ്ട്. ഓഹോ ശരി ചേച്ചി, ഇവിടുത്തെ കിടില്ല വേണോളൂ. നീ ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ ആവശ്യമില്ലാതെ വിളിച്ച് പറയല്ലെന്ന്. എന്തെന്ന്? കോൺസെൻട്രേഷൻ ഇവിടെ പറയണ കേട്ടിട്ട് നൈസിൽ വെച്ചാൽ കീജിക്കണം എന്നാ പറ. നീ അത്ര മിടിക്കുകയാണെങ്കിൽ പറ, കോൺസെൻട്രേഷന്റെ അർത്ഥം എന്തുവാ? അല്ലല്ലോ, പറ കറക്റ്റ് പറ. ആ ഏറെക്കുറെ അടുത്തു. കറക്റ്റ് പറയണം, കറക്റ്റ്. ഒരു കാര്യം ചെയ്യുമ്പോ സംസാരിച്ചാ അത് ചെയ്യാൻ പറ്റൂല. ഏറെക്കുറെയൊക്കെ എത്തി. അതായത് ഏകാഗ്രതയാണ് കോൺസെൻട്രേഷൻ. നമ്മളൊരു കാര്യം ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ വേറൊരാൾ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അതങ്ങ് പോകും. അതുകൊണ്ട് ഫുൾ കോൺസെൻട്രേഷൻ വേണം. എങ്ങനെ ഏകാഗ്രത പറഞ്ഞാൽ നോക്കട്ടെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അങ്ങനെ മിടുക്കി. കളറടിച്ചോ. പാറുവേ വാ, ചോറ് കഴിക്ക്. ചോറ് കഴിക്ക്. ഞാൻ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ, അപ്പൊ ഞാൻ അമ്മേനെയും വിളിച്ചോണ്ട് വന്നു. അമ്മയെ ബുദ്ധിമുട്ടിക്കോ? കഴിക്ക്, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അമ്മയ്ക്ക് അടുക്കള ജോലിയുള്ളതല്ലേ? ആ ജോലിയൊക്കെ ഞാൻ അങ്ങ് തീർത്തിട്ടാ വന്നിരിക്കണേ. താ ഇത് കഴിക്ക്. എന്നാ ചോറ് ഇവിടെ വെച്ചിട്ട് പോയി കിടന്നോ. അമ്മ ഓംലെറ്റ് മാത്രം കഴിക്കാനുള്ള പരിപാടിയാണ്, നടക്കൂല കുഞ്ഞാ. ശല്യം തന്നെ. ആ നിനക്ക് ഞാനിപ്പോ ശല്യമായിട്ടൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോ ഞാൻ ഇവിടെ നിന്ന് പോകും. അപ്പൊ ചേച്ചിയെ കാണുന്നു പറഞ്ഞ് കരയരുത് കേട്ടാ. ചിരിപ്പിക്കല്ലേ? അയ്യേ ചേച്ചി ചമ്മിപ്പോയി. ഈ ചോറ് കഴിച്ചേ, വാ വിളിക്ക്. മുട്ട മാത്രം കഴിച്ചാ പോരെ? മുട്ട മാത്രമല്ല, ചോറും കഴിക്കണം. ഞാൻ കഴിച്ചോളാം. ഇപ്പൊ വാരി കഴിച്ചോളാന്നായാ? തോന്നിയ സമയത്ത് തോന്നിയ സ്വഭാവമാണോ? അല്ലെങ്കിൽ വാരി കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വാരി കഴിക്കാൻ പറ്റും. ഇത് ഏതൊക്കെ സ്വഭാവം? വാ വിളിച്ചേ, തുറന്നേ. ആ അങ്ങനെ മര്യാദക്ക് കഴിക്ക്. കൊച്ചിപ്പോ കഴിച്ചോണ്ടിരിക്കുവല്ലേ, ഇപ്പൊ ചേച്ചിക്ക് എന്തൊരു കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവമേ, എടുത്താ പൊങ്ങാത്ത വാക്കുകളൊക്കെയാണല്ലോ പാറു പറയണേ. കോൺസെൻട്രേഷൻ കളയില്ലേന്ന്. അമ്മ പിന്നെ അമ്മ ഞാൻ ഇപ്പം നമ്മുടെ സേവാ സെന്റർ വരെ ഒന്ന് പോയിട്ട് വരാവേ. പോവണ്ട. പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട. 2 പ്രാവശ്യം പോയിട്ട് വന്നതല്ലേ, എപ്പോഴും ഇപ്പൊ എന്തിനാ ഈ ഓടിപ്പോക്ക്? എവിടെ പോകണ്ട, ഇവിടെ നിന്നാ മതി. അല്ലമ്മ വൈകിട്ട് എന്തായാലും ഒന്ന് പോണം. അപ്പൊ ഇപ്പൊ ഒന്ന് ഇപ്പം പോവണ്ട. വൈകിട്ട് പോണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പോയാൽ മതി. അമ്മ വൈകിട്ട് പോണോന്ന് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോയിട്ട് പെട്ടെന്ന് വരും. കയറിപ്പോഴാകത്ത് ഫോണുണ്ടല്ലോ കയ്യില്. ഫോൺ വഴി ഓപ്പറേറ്റ് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളെ. അതൊക്കെ മതി. അതിനെല്ലാം ചേട്ടാ നിനക്ക് ഫോൺ വിളിച്ചു തന്നേക്കണേ. അപ്പൊ എന്തായാലും വൈകിട്ട് 4 മണിക്കൊന്ന് പോണേ. കാറിനകത്ത് കയറി പോയിട്ടാ. എന്താ അല്ല ഒരു ഉരുള വരുത്താമ ഒന്ന് പോലെ ചൂന്നവിടുന്ന്. എന്താ ഒരു ഉരുളയല്ലേ ചോദിച്ചുള്ളൂ, വേറൊന്നും ചോദിച്ചില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ലച്ചു? കുഴപ്പമുള്ളവർക്ക് മാത്രമാണോ വാരിത്തരാൻ പാടില്ലാത്തത്? അങ്ങ് വാരിത്താമേ. ഒന്ന് പോവാച്ചാടുന്ന്. മര്യാദക്ക് കൊച്ചിന് ചോറ് കൊടുക്കട്ടെ. ആ കൊച്ചിന് ചോറ് കൊടുത്തോ? ആ കൂട്ടത്തിൽ ഈ കൊച്ചിനും കൂടെ കുറച്ച് ചോറ് വാരിത്താ. ഇന്ന് നീ എന്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങൂല, വേറെ വല്ലതും വാങ്ങും. ഒരു ഉരുള വാരിത്താമേ. പോകച്ചേ അങ്ങോട്ട്. നല്ല മേടിക്കോട്ടെ എന്റെ കയ്യിൽ നിന്ന്.